എന്താ ഇതൊക്കെ ഇത്? എനിക്ക് എന്നും ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുമോ? ഈ ദുനിയാവിന്റെ ഒരു മൂലയിലും നമ്മൾ തമ്മിൽ കാണാനായിട്ട് നിന്റെ ബാപ്പ അത്ര പോക്ക് സമ്മതിക്കോ? പിന്നെ നീ പഠിക്കുന്ന തുന്നൽ ക്ലാസ്സിന്റെ അടുത്തല്ല, പിന്നെ നിന്നെ എവിടെ വന്ന് കാണും? തൊട്ട് കളിക്കല്ലേ? അതെന്താ അത്ര പോക്കിന്റെ മോളെ തൊട്ട എന്നെ അലിഞ്ഞു പോവും. ഇങ്ങക്കത് പറഞ്ഞാ മതി, ആരെങ്കിലും ബാപ്പാനോട് പറഞ്ഞാണ്ടല്ലോ. അപ്പൊ നമ്മുടെ നിക്കാതെ നേരത്തെ നടക്കും നടക്കും. നിങ്ങൾ നടക്കണൊക്കെ ആരും ബാപ്പ വെച്ചേക്കില്ല. എന്റെ കരളെ, നീ എന്നെ പേടിപ്പിക്കല്ലേ. ഇന്നത്തെ പഠിപ്പൊക്കെ മതിയാക്ക, ഇങ്ങോട്ട് കേറ, ഈ വണ്ടിയിലേക്ക് കേറാൻ. അത് പറ്റില്ല, എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ വരാനുള്ളതാ. ഇന്ന് നമ്മുടെ രണ്ടാളീ വണ്ടിയന്മാര് കേറുകൂടെ, ഈ വണ്ടിയിലേക്ക് കേറ്. ഇങ്ങോട്ട് കേറ് മുത്തേ, ഇങ്ങോട്ട് കേറിക്കേ, ഇങ്ങോട്ട് കേറിക്കേ, ഇങ്ങോട്ട് കേറിക്കേ. എന്റെ ചക്കര കേറ് മുത്തേ പഴമേ. എനിക്ക് മംഗലാപുരത്തിന് വരുമ്പോ എന്തൊക്കെയാ കൊണ്ടുവന്നിട്ടുള്ളത്? എന്നാ കൊണ്ടുവന്നോ? പപ്പടം, പഴം, പായസം. പക്ഷേ അതെറ്റി പോയി. പപ്പടവും പഴവും പായസം ഒന്നുമില്ല. ഉണ്ടപ്പൂരി, വയസ്സപ്പൂരി, പിന്നെ കറുത്തലുവ, വെളുത്തലുവ, പിന്നെ എന്നാക്കെ സാധനം വേണം നിനക്ക്. ഒന്നാമത് നിന്റെ പ്രേമം കാണുമ്പോൾ എന്റെ ഉള്ളിൽ ചങ്കിൽ കിടന്ന് എന്തോ ഇടിക്കുന്നത് പോലെ തോന്നുന്നു. സത്യം ഞാൻ പറയാം, നിന്നെ മറക്കാൻ പറ്റിയല്ല. അത് അതിന്റെ വാപ്പുണ്ട്. എന്റെ പൊളി തനി രണ്ടാളും ഒരുമിച്ചയക്കണ. ബേക്കറി പണി എടുത്ത് റാലി വലി തുടങ്ങിക്കണല്ലേ. വലി വലി പച്ചൂട്. ഓന്റെ ചവിട്ടില് പഞ്ഞി തിരുകാൻ പറ്റൂല്ലോ. അമ്മയ്ക്കാക്കടെ സന്തോഷത്തിന് 100 രൂപ ചോട്ടാ. നിങ്ങക്ക് രണ്ടാക്കും സങ്കടം വരാണ്ടിരിക്കാന്ന് പറയും. എനിക്കിപ്പോ പൈസന്റെ ആവശ്യമൊന്നുമില്ല, നോക്കിപ്പോ വരുമാനമൊന്നുമില്ലേ. കൊടുക്ക്. വേണ്ടിയിരുന്നില്ല, തല നല്ല തോർത്തിക്കാണ്ടി. ജലദോഷം പിടിക്കണ്ട. അതെ അമ്മായിക്കാക്ക പേടിക്കണ്ട, ഞാൻ ഏറ്റ്. ഇനി സൈക്കിൾ തന്നാക്കാൻ ആരോട് പൈസ മേടിക്കും? തൊഴിലില്ല, വരുമാനമില്ല എന്നൊക്കെ വെറുതെ പറയാണ്. ഇങ്ങനെയാണ് സ്വയം തൊഴിൽ കണ്ടെത്തല്. പ്രസിഡന്റ്, എന്താ കഥ? ഒന്നും പറയണ്ട എന്റെ പ്രസിഡന്റ്. ആ പാത്തുകാരൻ ഒരു സ്വൈരവുമില്ല. ഞാനൊന്ന് പഠിക്കട്ടെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. നിങ്ങൾ പഠിച്ചു പരീക്ഷ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഓളിന്റെ പേര് അടിച്ചു തകർക്കും. നിങ്ങൾ 2 പെണ്ണുങ്ങളായിട്ട് ഈ പഞ്ചായത്തിന്റെ ക്രമസമാധാനം തകർക്കരുത്. ക്ഷമയാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ പോയാലേ എന്റെ ക്ഷമ നശിക്കും. ഒറ്റ ചവിട്ടിന് ഓളെ ഞാൻ മര്യാദ പഠിപ്പിക്കും. ഇനിയും ചവിട്ട് കൊള്ളാനാണ് എനിക്ക് വയ്യ. ആണക്ക് ചവിട്ട്. എടോ എടോ എടോ, പ്രേമിക്കണവർക്ക് ചവിട്ട് എന്നല്ല, അടി, ഇടി, കുത്ത്, കൊല ഇതൊക്കെ സഹിക്കേണ്ടി വരും. ഈ ചരിത്രം പഠിച്ചില്ല, ഹിസ്റ്ററി പഠിച്ചിക്കണ. എനിക്ക് റസിയോട് ലൗപ്രയാണെന്ന് മാത്രം അറിയാം. അതറിയാലോ. ഓക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും സഹിക്കാൻ തയ്യാറല്ലേ, മരിക്കാൻ വരെ. എന്നാ ഞാൻ അനക്ക് ഒരു ഉറുക്ക എഴുതി തരാം. എന്തേ? എന്തിന്? ഒരു ധൈര്യത്തിന്. ധൈര്യം ഉണ്ടായാലോ? ഇവനെന്തൊരു എന്താണ് മൊയ്ന്ത് ഇങ്ങടെ വാപ്പ. ഉറുക്കിൽ ലേശം പൈസേന്റെ ചെലവൊക്കെ വരും. അതെ, മംഗലാപുരത്ത് കൊണ്ടുവന്ന മുഴുവൻ പൈസ നിങ്ങൾക്ക് തന്നില്ലേ? ഇനി എവിടുന്ന എന്റെ അടുത്ത് പൈസ? പൈസ ഇല്ലേ ഉറുക്കില്ല, ഉറുക്കില്ലേ ധൈര്യമില്ല, ധൈര്യമില്ലേ റസിയും ഇല്ല. അതെ, എന്റെ ഉമ്മ കറണ്ട് ഓഫീസിൽ അടയ്ക്കാനായിട്ട് 92 രൂപ തന്നിട്ടുണ്ട്. ആഴ്ച അരി 49, ചിമ്മിണി 26, ചായപ്പീടിയയില് കൊടുക്കാൻ. അത് നിങ്ങൾ എന്ത് കണക്കാണ് ഈ കൂട്ടണത്? ഞാൻ എന്റെ പേടിന്റെ ശതമാനക്കണക്കൊന്ന് കൂട്ടി നോക്കിയതല്ല, അതിനനുസരിച്ച് വേണല്ലോ ഉറുക്ക്. എന്തേ? പ്രതിഫലം, പ്രതിഫലം, ചൂടാറാതെ പ്രതിഫലം. പൈസ കൊണ്ടടങ്ങട്ട്. കറണ്ട് പൈസ, കറണ്ട് പൈസ. അനക്ക് ചൂടോടെ പ്രതിഫലം കിട്ടും. അതെ, കറണ്ട് ഓഫീസിൽ പൈസ അടച്ചില്ലെങ്കിൽ കറണ്ടിന്റെ ഫീസ് വരും. എനിക്ക് പൈസ തന്നിട്ടില്ലെങ്കിൽ എന്റെ ലവിന്റെ ഫീസ് വരും. അത് ശരിയാവൂല. കറണ്ടിന്റെ ഫീസ് വരിയാലും ശരി, എനിക്ക് റസിയാനെ കിട്ടിയാൽ മതി. കിട്ടടാ, കിട്ടാനുള്ളത് അനക്ക് എന്നെ കിട്ടും.
ഉറുക്കും കയ്യെ പിടിച്ച് ബ്രിഡ്ജിൽ വെച്ച അയിലേന്റെ ചേൽക്ക് ഇങ്ങനെ ബർങ്ങലിച്ചിക്കണേ. നിങ്ങൾ പോകുന്നു. എടാ ഉറുക്കായിട്ട് വെറുതെ പോയാ പോരാ, ഉറുക്ക് കയ്യുമ്പോ കെട്ടിയിട്ട് നേരെ അത്തർ പോക്കറിന്റെ അടുത്ത് പോണം. എന്നിട്ട് വേണം മൂന്നാറ് കയറി ജെസി പോലെ അയാളെന്നെ ഇടിച്ചു നിരത്താൻ. എടാ ധൈര്യത്തിലേക്ക് അവിടെ പോയി പറയണം, എടാ അത്തർ പോക്കറേ എനിക്ക് നിങ്ങളെ മോളെ കെട്ടിച്ചേരണം. അതെ, ഒരു കാര്യം ചെയ്യും, ആരോഗ്യമുള്ള വേറെ ആരോടും പറയാത്. ഇപ്പൊ അത് അത്ര പോക്കർ. അയാൾ എനിക്ക് 3 കിലോമീറ്റർ ചുറ്റിനുള്ളിൽ ഊര് വലിക്കേക്കനാണ്. ഇനി ഭാഗത്ത് കണ്ടുപോരെന്നാണ് പറഞ്ഞേക്കണത്. എടാ റസിയനെ കെട്ടണമെങ്കിൽ യോന്റെ നിയമം ലംഘിക്കണം. എടാ ഇന്ത്യ എങ്ങനെ സ്വതന്ത്രമായി അറിഞ്ഞൂടാ. എടാ മോയന്ത് മൊയ്തു അല്ല മൊയ്തു തന്നെ, അത് തന്നെ. എടാ നിയമം ലംഘിക്കണം, മനസ്സിലായോ? ഇപ്പൊ ഞാൻ അത്ര പോക്കർ സങ്കൽപ്പിക്ക്. എന്താടാ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്? എടാ ചിലപ്പോ അങ്ങനെ ചോദിക്കും. വിറക്കരുത്, കയ്യുയർത്തും, തളരരുത്. അടിക്കടി ചോരക്ക് ചോര, അടിച്ചോ ഇടിച്ചോ ഈ പെണ്ണി വയ്ക്കണം. ഇപ്പോഴെനിക്ക് ധൈര്യം. ഒന്നും കൂടെ നോക്കിയാലാ? എന്താടാ എടാ പട്ടി, എനിക്ക് നിന്റെ മോളെ വേണം. എന്റെ പടച്ചോനോ, നടുപ്പത്ത് ചവിട്ടണോ? എന്നാലും അങ്ങാടിന്ന് വാങ്ങണ ഉറുക്കിന് ഇത്രക്ക് സക്തിയോ?